ഹലോ അസ്സലാമു അലൈക്കും. എന്റെ വീട്ടില് എപ്പോ ബിരിയാണി വെക്കാന്ന് പറയുമ്പോഴും എല്ലാരും ആദ്യം പറയല് പൊരിച്ച കോഴി ബിരിയാണി മതിയെന്ന. ഞാനും അതിന്റെ ഫാനാ. അപ്പൊ നല്ല ടേസ്റ്റില് ഒരു അടിപൊളി ഫ്രൈഡ് ചിക്കൻ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. പിന്നെ ഇതൊരു ചെറിയ വലിയ വീഡിയോ ആണ്, ഒരു 3-4 സ്റ്റെപ്പ് ഉണ്ട് നമുക്ക് ചെയ്യാന്. ബട്ട് ഇതൊരു വട്ടം വീഡിയോ മുഴുവൻ കണ്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാൽ പിന്നെ നിങ്ങളിത് സിമ്പിൾ ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കും. അതുപോലെ ടേസ്റ്റും അടിപൊളിയാണ്. അപ്പൊ നമ്മുടെ വീഡിയോ മുഴുവൻ കണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂടെ തന്നെ നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ മൈസെൽഫ് സഫീറ ആൻഡ് വെൽക്കം ടു മൈ ചാനൽ ലൈഫ് ആൻഡ് ഫ്ലേവർ. നമുക്ക് ഇൻസ്റ്റയിൽ ഒരു പേജ് ഉണ്ട്, അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, വേണ്ടവരൊന്ന് ഫോളോ ചെയ്യാം. അപ്പൊ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പൊ അതിനു വേണ്ടി ഞാനിവിടെ 1 കിലോ ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ലോണം കഴുകി വൃത്തിയാക്കി ഇതിലുള്ള വെള്ളം മുഴുവൻ ഊറ്റി കളഞ്ഞിട്ടുണ്ട്. എന്നിട്ടാണ് ഞാൻ ഇത് മസാല കൂട്ടുന്നത്. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു മുളകും കൂടി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് തികച്ചും ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. മുളക് പൊടിന്റെ അളവ് നമ്മുടെ എരിവിനനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി കൊടുക്കുക കേട്ടോ. അടുത്തതായി ഇതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി. ഇനി അരിപ്പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, അത് രണ്ടായാലും പ്രശ്നമില്ല. പിന്നെ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ. ഇനി ഇതിലേക്ക് അധികം പുളിയില്ലാത്ത തൈര് ഒരു 2.5 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുക. പിന്നെ അതിന്റെ കൂടെ തന്നെ നമുക്ക് എരിവിനാവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. അപ്പൊ ഈ ഒരു കുരുമുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും സാധാ മുളക് പൊടിയും കൂടി ചേർത്ത് വരുമ്പോൾ എനിക്ക് എരിവ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ സുർക്കയും പിന്നെ 1/4 ടീസ്പൂൺ റെഡ് ഫുഡ് കളർ. അത് തികച്ചും ഓപ്ഷണലാണ്, വീഡിയോ പർപ്പസിന് വേണ്ടി മാത്രം ഞാൻ ചേർത്ത് കൊടുത്തതാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം. പിന്നെ ഈ മിക്സ് ആക്കിയ സമയത്ത് നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് ഏതെങ്കിലും സാധനം കുറവുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഈ ഒരു ചിക്കൻ മസാല നമുക്ക് സാധാ ചിക്കൻ ഫ്രൈ ചെയ്യാനും ഉപയോഗിക്കാം. അത്രയും നല്ലൊരു ടേസ്റ്റ് ഉള്ള ഒരു മസാലയാണ്. ഞാൻ ഇങ്ങനെയൊക്കെ വീട്ടിൽ ഫ്രൈ ചെയ്തെടുക്കാറുണ്ട് ഇടയ്ക്ക്, നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ ഈ ഒരു ചിക്കന് മസാല തേച്ച് പിടിച്ച് കഴിഞ്ഞാൽ കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പൊ ഏറ്റവും നല്ലത് നമ്മൾ തലേന്ന് തന്നെ നമ്മൾ മസാല കൂട്ടി വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നതാണ്. അപ്പൊ ഒന്നും കൂടിയും ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ എത്ര നേരം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നോ അത്രയും ടേസ്റ്റ് നമ്മുടെ ചിക്കന് കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ചിക്കന് എരിവും പുളിയും ഒക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ടാകും. അപ്പൊ ഞാനിത് വീഡിയോ എടുക്കാൻ വേണ്ടി ഞാനിത് രാവിലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഞാനിത് ആദ്യം ഇത് ചെയ്തിട്ട് ഞാനിത് അവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. ഇനി നമുക്ക് ഈ ഒരു ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പൊ അതിനും വേണ്ടി ഞാൻ സൺഫ്ലവർ ഓയിൽ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ചിക്കന് ഡീപ് ഫ്രൈ ആണ് ചെയ്യുന്നത്, അതായത് മുക്കി പൊരിക്കുകയാണ് ചെയ്യുന്നത്, അല്ലാതെ ജസ്റ്റ് പൊരിച്ചെടുക്കുകയല്ല. അപ്പൊ അതിനും വേണ്ടി ഞാൻ നന്നായിട്ട് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചിക്കൻ പൊരിക്കുന്നതിന്റെ മുന്നേ നമുക്ക് ആദ്യം ചെയ്യേണ്ടത്, നമുക്ക് 2 വലിയ സവാള നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞത് നമ്മൾ ഈ ഒരു എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പൊ ഈ ഒരു സവാള നമുക്ക് ദം ചെയ്യുമ്പോഴും ഇനി അതുപോലെ തന്നെ ഗാർണിഷ് ചെയ്യുമ്പോഴൊക്കെ യൂസ് ചെയ്യാനുള്ളതാണ്. ഈ ഒരു സവാളൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ തലേന്ന് തന്നെ കട്ട് ചെയ്ത് വെക്കാവുന്നതാണ്. ഇനി തലേന്ന് കട്ട് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിലും ഇനി അതല്ല അന്ന് കട്ട് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിലും അതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് സൺഫ്ലവർ ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് നമ്മുടെ ഈ ഒരു സവാളക്ക് ഉണ്ടാകുക. അത് നമ്മൾ ബിരിയാണിയിലൊക്കെ അങ്ങനെ കടിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. ഞാൻ പൊതുവെ എപ്പോൾ ഈ ഒരു ഫ്രൈഡ് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുമ്പോഴും ഇങ്ങനെ സവാളയിൽ ഉപ്പ് ചേർത്തിട്ടാണ് ഉണ്ടാക്കാറ്. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ നമ്മൾ ഈ ഒരു ബിരിയാണിയിൽ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ കാര്യം എന്താ വെച്ചാൽ ഉപ്പ് ചേർക്കുമ്പോൾ ഒരിക്കലും ഓവർ ആവാൻ പാടില്ല. ജസ്റ്റ് ഒരു പേരിന് മാത്രം ചേർക്കുക. ഞാനിവിടെ 2 വലിയ സവാളക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് മാത്രമാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ ഉപ്പ് എടുക്കുമ്പോൾ നമ്മൾ മാക്സിമം കുറഞ്ഞ രീതിയിൽ മാത്രം ഉപ്പ് എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ ഈ ഒരു സവാള ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. നമ്മൾ ഫ്ലെയിം ലോയിലോ അല്ലെങ്കിൽ മീഡിയത്തിലോ ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സവാള ഒരിക്കലും ക്രിസ്പി ആയിട്ട് കിട്ടൂല, അത് വേറൊരു ഫോമിലാണ് കിട്ടുക. അപ്പൊ എപ്പോഴും നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം സവാള ഫ്രൈ ആക്കി എടുക്കാൻ. പിന്നെ സവാള ഒരു ഡാർക്ക് ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്രൈ ആക്കി എടുക്കണം. ഏകദേശം ഒരു 7 to 8 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം ഇളക്കി കൊടുത്താൽ നമുക്കൊരു സവാള കറക്റ്റ് ഫോമിലായി കിട്ടും. നമുക്കിങ്ങനെ കയ്യിൽ വെച്ചാൽ നമുക്കിങ്ങനെ പൊടിച്ച് കിട്ടണം. ആ ഒരു ഫോമിലാവുന്നത് വരെ നമ്മൾ ഫ്രൈ ആക്കി എടുക്കുക.
പിന്നെ ഈ ഒരു സവാള ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം എന്താന്ന് വെച്ചാൽ നമ്മൾ സവാള കരിയാതെ ശ്രദ്ധിക്കണം. നമ്മുടെ സവാള ഇത്തിരി തന്നെ കരിഞ്ഞു പോയാൽ അത് നമ്മുടെ ബിരിയാണിയിൽ നല്ല രീതിയിൽ എഫക്ട് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ടേസ്റ്റ് ഒക്കെ മാറും. അപ്പോൾ സവാള ഒരിക്കലും കരിയാതെ നോക്കണം. അതിനു വേണ്ടി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ നമ്മൾ ആ ഒരു 7-8 മിനിറ്റിന്റെ ഉള്ളിൽ തന്നെ നമ്മുടെ സവാള റെഡി ആയി കിട്ടും. പിന്നെ നമ്മൾ ചിക്കനാണ് അടുത്ത ഇതിൽ ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിലുള്ള എല്ലാ സവാളന്റെ പാർട്ടിക്കിൾസും നമ്മൾ ഇതിൽ നിന്ന് ഒഴിവാക്കുന്നത് നമ്മൾ ഉറപ്പ് വരുത്തണം. അല്ലെങ്കിൽ സവാള കരിഞ്ഞിട്ട് ഈ ഒരു ചിക്കനെ പിടിക്കാനും ചാൻസ് ഉണ്ട്. ചിക്കൻ ഈ ഒരു സവാള പൊരിച്ച എണ്ണയിൽ പൊരിച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. ആ ഒരു സവാളന്റെ ടേസ്റ്റ് ഒക്കെ നമ്മുടെ ചിക്കനിൽ ഉണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു എണ്ണയിൽ തന്നെ പൊരിച്ചെടുത്തിട്ടുള്ളത്. പിന്നെ ചിക്കൻ ഒരു 15 മിനിറ്റ്, അതായത് രണ്ട് സൈഡും കൂടി ഒരു 15 മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ നമ്മുടെ ചിക്കൻ നല്ല രീതിയിൽ ഫ്രൈ ആയി കിട്ടും. ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ ചിക്കൻ ഫ്രൈ ആക്കി എടുക്കേണ്ടത്. പിന്നെ ഓവർ ക്രിസ്പി ആവാതെ ശ്രദ്ധിക്കണം. ഓവർ ക്രിസ്പി ആയാലും ബിരിയാണിയിൽ കൂടി ചേർക്കുമ്പോൾ നമ്മൾ ഒന്നും കൂടി ക്രിസ്പിനെസ് കൂടും. അപ്പോൾ ഓവർ ക്രിസ്പി ആവാതെ ശ്രദ്ധിക്കണം. ചിക്കൻ മാരിനേറ്റ് ചെയ്ത സമയത്ത് നമ്മൾ ചിക്കനിലേക്ക് കോൺഫ്ലവറും പിന്നെ അരിപ്പൊടി അല്ലെങ്കിൽ മൈദപ്പൊടിയൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ ചിക്കൻ ഒന്ന് നമ്മൾ ചട്ടിയിലിടുമ്പോൾ ഒട്ടി പിടിക്കാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ചിക്കൻ ഇതാക്കാൻ. പിന്നെ നമ്മൾ ചിക്കൻ ചേർത്തതിന് ശേഷം ഒന്ന് അടിയിലൂടെ ഒന്ന് കുത്തി കൊടുക്കുക. അപ്പോൾ തന്നെ നമ്മൾ ചിക്കന് നല്ല രീതിയിൽ വെന്ത് കിട്ടും. അപ്പോൾ നമ്മളെ ചിക്കന് ചട്ടിമ ഒട്ടി പിടിക്കാതെയും കൂടി കിട്ടും. അപ്പോൾ അത് നമ്മളൊന്ന് ശ്രദ്ധിക്കുക. ഞാനിവിടെ 2-3 ബാച്ചസ് ആയിട്ടാണ് ഈ ഒരു മുഴുവൻ ചിക്കൻ ഫ്രൈ ആക്കി എടുക്കുന്നത്. ഓരോ ഇടലിലും ഞാൻ ഏകദേശം 5-6 മാത്രമാണ് ചേർത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്കൊരു 3-4 ബാച്ചസ് ഒക്കെ നമ്മൾ ഫ്രൈ ആക്കി എടുക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഒരു വലിയ പാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ പണി ചുരുങ്ങി കിട്ടും. അപ്പോൾ ഈ ഒരു ചിക്കൻ ഏകദേശം ഫ്രൈ ആയി കഴിയുന്ന സമയത്ത് തന്നെ നമുക്ക് മറ്റേ സ്റ്റൗമ്മ ബിരിയാണി മസാലക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കാം. പിന്നെ ഞാൻ നിങ്ങൾക്ക് വീഡിയോ കാണിക്കാനുള്ളത് വേണ്ടി മാത്രമാണ് ഞാൻ ഓരോന്ന് കഴിഞ്ഞിട്ടാണ് ഞാൻ ഓരോന്ന് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ മുഴുവൻ കണ്ട് ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേ സമയം അങ്ങനെ ലാഭിക്കാൻ പറ്റും. കാരണം നമുക്ക് ഇതിൽ 2-3 സ്റ്റെപ്പ് നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്നതുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവൻ കണ്ടിട്ട് വേണം ഇത് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ടൈം കുറേ മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ എങ്ങനെ ബിരിയാണി മസാല തയ്യാറാക്കുന്നത് എന്നുള്ളത് കാണിക്കാം. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയിൽ നിന്ന് ഒരു 2 കയ്യിൽ എണ്ണ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി ചൂടുള്ള എണ്ണയാണ്. അപ്പോൾ നമ്മൾ ഇനി അധികം ചൂടാവാൻ സമയം കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി അതിലേക്ക് നമുക്ക് ഹോൾ സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കണം. അതായത് 5 to 6 കഷ്ണം ഗ്രാമ്പു, അതുപോലെ തന്നെ 4 to 5 ഏലക്ക, പിന്നെ ഒരു മീഡിയം സൈസിന്റെ പട്ട ഒരു 2 സ്മോൾ പീസ് ചേർത്ത് കൊടുത്താലും മതി. പിന്നെ അതിലേക്ക് ഒരു വയനയില ചേർത്ത് കൊടുക്കാം. വയനയില എന്ന് പറഞ്ഞാൽ ബേ ലീഫും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് സോട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് 3 അല്ലെങ്കിൽ 4 വലിയ സവാള കുറച്ച് നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഓവർ മസാല വേണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു 4 to 5 സവാള ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3.5-4 സവാള ചേർത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മസാല നിങ്ങൾക്ക് കുറച്ച് മതി എന്നുണ്ടെങ്കിൽ ഒരു 3 സവാള വരെ എടുക്കാം. ഇനി നിങ്ങൾക്ക് മസാല നല്ലോണം വേണമെന്നുണ്ടെങ്കിൽ ഒരു 5 സവാള വരെ എടുക്കാം. ഞാനിവിടെ ഒരു 3.5 to 4 സവാളയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. കാരണം ഉപ്പ് നമ്മൾ അരി കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ വേറെ ചേർക്കുന്നുണ്ട്. പിന്നെ ഓൾറെഡി നമ്മുടെ ചിക്കനിൽ ഉപ്പുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ എക്സ്ട്രാ ഉപ്പിന്റെ ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു സവാളയ്ക്കും പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന ചെറിയ ചെറിയ മസാലയ്ക്കും വേണ്ടി ഇത്തിരി ഉപ്പ് മാത്രം മതി. അതായത് ഈ ഒരു സവാളയിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് മാത്രം മതി. പിന്നെ നമ്മൾ ഈ ഒരു ബിരിയാണി മസാലയിലുള്ള സവാളയും ബാക്കി ഏതൊരു ഇൻഗ്രീഡിയന്റ് ആണെങ്കിലും നമ്മൾ നല്ലോണം ഒന്ന് വഴറ്റിയിട്ടാണ് ചേർക്കുന്നത്. അങ്ങനെ ചേർക്കുമ്പോൾ നമ്മുടെ ബിരിയാണിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. നിങ്ങൾക്ക് ഓവർ വറവ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഇതിലുള്ള വേവിന്റെ ഒക്കെ ഒരളവ് ഇത്തിരി മാറ്റം വരുത്തുക. കാരണം എനിക്കും എൻ്റെ ഫാമിലിക്കും പേഴ്സണലി നല്ല വേവ് ആയിട്ടുള്ളതാണ് ഇഷ്ടം. കാരണം ഒരു മസാല നല്ല വേവ് വരുമ്പോൾ നമ്മുടെ ബിരിയാണി പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ അത്യാവശ്യം നല്ല രീതിയിൽ സോട്ടായിട്ട് എടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ചേർത്ത സവാള വയന്ന് വന്നിട്ട് പകുതിനേക്കാളും കുറവായിട്ടുണ്ട്. ഈ ഒരു സ്റ്റെപ്പിൽ ഞാൻ സവാള വയറ്റുന്നത് നിർത്തുന്നുണ്ട്. ഇനി അതിലേക്ക് ഞാൻ 2.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നുണ്ട്.
അതുപോലെ തന്നെ പച്ചമുളക് ചതച്ചതും കൂടി നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങളെ മുളക് എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എടുക്കുക, കൂടുതലാണെന്നുണ്ടെങ്കിലും അതിനനുസരിച്ച് എടുക്കുക. അപ്പൊ ഈ ഒരു 2 സാധനം ചേർത്തതിന് ശേഷം ഒരു 3-4 മിനിറ്റ് നമ്മൾ സോട്ട് ചെയ്യുമ്പോഴത്തിന് തന്നെ ഈ ഒരു ഇതിന്റെ പച്ചമണം മാറിക്കിട്ടും. എന്നിട്ട് നമുക്ക് അതിലേക്ക് ഒരു വലിയ തക്കാളി നമ്മൾ ചെറുതാക്കി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ബിരിയാണിക്ക് എപ്പോഴും ഒരു തക്കാളി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകും. അപ്പൊ അതുകൊണ്ടാണ് വലിയ തക്കാളി തന്നെ ഞാൻ എടുത്തിട്ടുള്ളത്. അത് നീളം കുറഞ്ഞിട്ട് വേണം നമുക്ക് ഒന്ന് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാൻ. അപ്പൊ നമ്മുടെ തക്കാളി ചേർത്തതിന് ശേഷം നല്ലോണം ഒന്ന് സോട്ടാക്കിയിട്ട് അത് നമുക്ക് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം. അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുമ്പോൾ നമ്മളെ തക്കാളി പെട്ടെന്ന് വഴന്ന് കിട്ടും. അതിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമുക്കിനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്തിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കാനുണ്ട്. അപ്പൊ അതിനും വേണ്ടി ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ സാദാ മുളക് പൊടി. ഞങ്ങളുടെ മുളക് പൊടി നല്ല എരിവ് കൂടുതൽ ആയതുകൊണ്ടാണ് ഞാൻ 1/4 ടീസ്പൂൺ ചേർത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും പൊടികൾ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. ആ ഒരു പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. അപ്പൊ ഈ ഒരു പൊടികളൊക്കെ ചേർത്ത് 2-3 മിനിറ്റിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ സോസ് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ തക്കാളി ഒന്ന് തിളപ്പിച്ചിട്ട് അത് മിക്സിയിൽ അടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അതായാലും ഒരു പ്രശ്നമില്ല. തൈരും ടൊമാറ്റോ കെച്ചപ്പും ഈ ഒരു സവാളയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി അതിലേക്ക് ഒരു 1/2 മുറി നാരങ്ങ ചേർത്ത് കൊടുക്കാം. നാരങ്ങയുടെ നീര് മാത്രം മതി. നാരങ്ങയുടെ പകരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സുർക്കയും ചേർത്ത് കൊടുക്കാം. സുർക്ക എടുക്കുകയാണെങ്കിലും ഇതേ അളവിൽ തന്നെ എടുത്താൽ മതി. അതായത് ഒരു 1/2 ടേബിൾ സ്പൂൺ സുർക്ക ചേർത്ത് കൊടുക്കുക. അപ്പൊ അതും ചേർത്ത് നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ഒരു ബിരിയാണിയുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയന്റ് ചേർക്കാൻ പോവാണ് പുതിന ചേർക്കുമ്പോൾ നമ്മുടെ ബിരിയാണിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഫീൽ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് എന്തായാലും ഫീൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബിരിയാണിക്ക് എത്രത്തോളം പുതിന എടുക്കുന്നോ അത്രത്തോളം ടേസ്റ്റ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഞാനിവിടെ എടുത്ത മല്ലിച്ചപ്പിനേക്കാളും ഡബിൾ അളവിലാണ് ഞാൻ പുതിന എടുത്തിട്ടുള്ളത്. അത് ഞാൻ ഏകദേശം ഒരു മല്ലിച്ചപ്പ് ഞാൻ ഒരു 1/4 കപ്പോളം എടുത്തിട്ടുള്ളൂ. പക്ഷെ ഞാനിവിടെ എന്താ പറയുക പുതിന 1 കപ്പോളം എടുത്തിട്ടുണ്ട്. അത് രണ്ടും കൂടി മിക്സ് ആക്കിയിട്ടാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. അപ്പൊ അതും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ ഈ ഒരു ബിരിയാണി മസാല ഒന്ന് ലെവൽ ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ്റെ അളവൊക്കെ ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്. കാരണം ഞാനിങ്ങനെ ഇതിൻ്റെ അടുക്ക് തിന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു. കാരണം നമ്മുടെ ചിക്കൻ അങ്ങനെ കഴിക്കാൻ തന്നെ പ്രത്യേക ടേസ്റ്റ് ആണ്. കാരണം ഒരു മസാല ചിക്കനിലൊക്കെ നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇങ്ങനെ ബിരിയാണി ഉണ്ടാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും ആ ഒരു മസാല വെച്ചിട്ട് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കുകൊണ്ട് നിങ്ങൾ പിന്നെ എന്തായാലും അത് തന്നെ ചെയ്യുള്ളൂ. കാരണം അത്രയും ടേസ്റ്റ് ഉള്ള ഒരു റെസിപ്പിയാണ് ആ ഒരു ചിക്കൻ ഫ്രൈൻ്റെത്. നിങ്ങൾ തലേന്ന് തന്നെ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ നമ്മുടെ ചിക്കന് മസാലയിൽ നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം അതിലേക്ക് ഒരു 1/2 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കാം. കാരണം ഈ ഒരു വെള്ളം ചേർക്കുന്നത് നമ്മുടെ ഈ ഒരു മസാലയും ചിക്കനൊക്കെ നല്ല രീതിയിൽ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ എടുക്കുന്ന വെള്ളം നമ്മൾ ചിക്കൻ്റെ മസാല കൂട്ടിയ പാത്രത്തിലാവുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും കൂടി ഉണ്ടാവും. അപ്പം ഞാൻ അങ്ങനെ എല്ലാ പാത്രം ഓൾറെഡി കേക്ക് വെച്ചെന്നുള്ളതിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാ വെള്ളം ചേർത്ത് കൊടുത്താലും മതി. ഞാൻ ഏതായാലും ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പാത്രത്തിലാണ് ഞാൻ ഈ ഒരു വെള്ളം ഒഴിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് നല്ലോണം ലെവലാക്കിയതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പൊ അടുത്തതായിട്ട് നമുക്ക് റൈസ് കുക്ക് ചെയ്തെടുക്കാനുള്ള പരിപാടി നോക്കാം. അപ്പൊ അതിനു വേണ്ടി ഞാനിവിടെ 2.5 കപ്പ് ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ജീരകശാല അരിനെ പകരം വേണമെന്നുണ്ടെങ്കിൽ കൈമ റൈസും എടുക്കാം, ഒരു പ്രശ്നമില്ല. പിന്നെ നമ്മളൊരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ ബിരിയാണിക്കൊക്കെ റൈസ് എടുക്കുമ്പോൾ നമ്മളൊന്ന് സ്മെല്ല് ചെയ്തിട്ട് എടുക്കുക. കാരണം നമ്മൾ സ്മെല്ല് ചെയ്യുമ്പോൾ ഒന്ന് ബിരിയാണിന്റെ ഫ്ലേവർ ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് അരി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അരി എടുക്കുമ്പോൾ അങ്ങനെ എടുക്കുക. അപ്പൊ ഞാനിവിടെ അരിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതായത് 2.5 കപ്പ് അരിക്ക് 5 കപ്പ് വെള്ളം. സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം, ആ രീതിയിൽ വേണം നമ്മൾ എടുക്കാൻ. അപ്പൊ ഞാനിവിടെ 2.5 കപ്പ് അരിക്ക് 5 കപ്പ് വെള്ളം. ഞാൻ ഈ ഒരു അരി ചെറുതായിട്ട് തിളച്ച് വന്നപ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതായത് നിങ്ങൾ അരികിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ 3 ഏലക്ക, 4 ഗ്രാമ്പു, ഒരു മീഡിയം സൈസിൽ പട്ടൻ കൂടും ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം.
ഞാനിവിടെ ബിരിയാണി മസാല റെഡിയാക്കി അതേ കൈലോൻ്റെ തന്നെയാണ് ഞാനിവിടെ ഇതൊന്ന് ഇളക്കിയിട്ടുള്ളത്. അതാണ് പെട്ടെന്ന് വെള്ളത്തിനൊരു ചെറിയൊരു കളർ മാറ്റം. അപ്പം അതൊരു കുഴപ്പമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ മിൽമ ഗീ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് വീണ്ടും ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി 1-2 മിനിറ്റിന് ശേഷം അതിലേക്ക് അരമുറി നാരങ്ങാനീര് ചേർത്ത് കൊടുക്കുക. നാരങ്ങാനീര് ഇല്ലാന്നുണ്ടെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ സുർക്ക ചേർത്ത് കൊടുത്താലും മതി. നാരങ്ങാനീരോ അല്ലെങ്കിൽ സുർക്കയൊക്കെ ചേർക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ കുറേ റീസൺസ് ഉണ്ട്. മെയിനായിട്ട് നമ്മളെ റൈസ് സ്റ്റിക്കി ആവില്ല. പിന്നെ അരിക്ക് എപ്പോഴും വൈറ്റ് കളർ തന്നെ ഉണ്ടാകും. നമ്മൾ കുക്ക് ചെയ്യുമ്പോഴുള്ള യെല്ലോ കളറും കാര്യങ്ങളൊന്നും വരില്ല. പിന്നെ മെയിനായിട്ട് വേറൊന്നും കൂടി ഉണ്ട്. നമ്മളെ റൈസ് കേട് വരാതെ കുറേ നേരം നിൽക്കാനും ഈ ഒരു നാരങ്ങാനീരും സുർക്കയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് എപ്പോഴും റൈസ് കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു സുർക്കയോ അല്ലെങ്കിൽ നാരങ്ങാനീരോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് നല്ലോണം മിക്സ് ആക്കി കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ജീരകശാല അരി നല്ലോണം കഴുകി വൃത്തിയാക്കി വെള്ളം ഊറ്റി കളഞ്ഞിട്ടൊന്ന് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഈ റൈസ് കുറേ നേരം വെള്ളത്തിലിട്ട് വെക്കേണ്ട അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ നേരെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പൊ നമ്മൾ റൈസും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കഴിഞ്ഞാൽ നമ്മളിത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ ഈ ഒരു റൈസ് കുക്ക് ചെയ്യുമ്പോൾ ഫ്ലെയിം ലോവിലാണ് വെക്കേണ്ടത്. ഏകദേശം ഒരു 12 മുതൽ 15 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്താൽ നമ്മളെ റൈസ് കറക്റ്റായിട്ട് വെന്ത് കിട്ടും. ഓരോരുത്തരുടെ ഫ്ലെയിമിനനുസരിച്ചിട്ടും ടൈമിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകും. അപ്പോൾ നമ്മളൊരു 12 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ നമ്മൾ മൂടി തുറന്നിട്ട് റൈസ് കുക്കായിണോ നോക്കുക. ഏകദേശം ഒരു 90% കുക്കായി കിട്ടിയാൽ നമുക്ക് അപ്പം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി അല്ല ഒത്തിരിയും കൂടി ആവാനുണ്ടെന്നുണ്ടെങ്കിൽ 15 മിനിറ്റ് വരെ വെച്ചാൽ മതി. അപ്പം നമ്മളെ റൈസ് ഇവിടെ കറക്റ്റായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു റൈസ് കുക്ക് ചെയ്യുന്നതും നമ്മൾ ആ ഒരു ബിരിയാണി മസാല ചെയ്യുമ്പോൾ തന്നെ ചെയ്താൽ മതി. എന്നാൽ കറക്റ്റ് ഒരു ബിരിയാണി മസാല റെഡി ആകുമ്പോഴത്തേന് നമ്മളെ റൈസും റെഡി ആയി കിട്ടും. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് പെട്ടെന്ന് തന്നെ ദം ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാം. കാരണം നമ്മളെ റൈസ് ഒരിക്കലും നേരത്തെ തന്നെ കുക്ക് ചെയ്ത് വെക്കരുത്. കാരണം ഈ ഒരു റൈസിൻ്റെ ചൂട് വേണം നമ്മൾ ദം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെ ബിരിയാണി ഒരു പെർഫെക്റ്റ് ടേസ്റ്റിൽ കിട്ടൂല. അപ്പോൾ നമ്മളെ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും റെഡി ആയി കഴിഞ്ഞു. നമ്മളെ റൈസ് കുക്കായി, ബിരിയാണി മസാല റെഡിയായി, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ആയി വന്ന് ഇനി നമുക്കിത് ദം ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മൾ സ്റ്റവിൻ്റെ മേലെ നമ്മളൊരു പത്തിരി ചട്ടി വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ ഈ ഒരു ബിരിയാണി മസാല റെഡിയാക്കിയ പാൻ വെച്ച് കൊടുക്കാം. ഇതിലാണ് നമ്മൾ ബിരിയാണി സെറ്റ് ചെയ്തെടുക്കാൻ പോണത്. അപ്പം ഞാനിപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല. ഞാൻ ഫ്ലെയിം ഓൺ ചെയ്യാതെയാണ് ഇത് ദമ്മിനുള്ള കാര്യങ്ങൾ സെറ്റാക്കുന്നത്. അപ്പോൾ ആദ്യം ആ ഒരു ചിക്കൻ മസാല ഒന്ന് ലെവലാക്കിയതിന് ശേഷം അതിൻ്റെ മേലെ പകുതി റൈസ്, കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള പകുതി റൈസ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ മേലെ നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാള പകുതി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ മേലെ കുറച്ച് മല്ലിച്ചപ്പും പുതിനയും ചേർത്തിട്ട് പിന്നെ ഇത്തിരി നെയ്യും കൂടി തൂവി കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാം. അതായത് ബാക്കിയുള്ള മുഴുവൻ റൈസും ഇതിൻ്റെ മേലെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള സവാള വറുത്തതും മുഴുവൻ ഇതിൻ്റെ മേലെ ചേർക്കുക. പിന്നെ കുറച്ച് മല്ലിച്ചപ്പും പുതിനയും ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു നെയ്യിൽ വഴറ്റിയ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇതിൻ്റെ മേലൊക്കെ ചേർത്ത് കൊടുക്കുക. പിന്നെ വേണം എന്നുണ്ടെങ്കിൽ ഇത്തിരി നെയ്യ് തൂവി കൊടുക്കുക. ഞാനിവിടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്തതിലുള്ള ആ ഒരു നെയ്യ് ഓൾറെഡി ഉള്ളതുകൊണ്ട് ഞാൻ എക്സ്ട്രാ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഇത്തിരി നെയ്യ് തൂവി കൊടുക്കാം. എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ എല്ലാ ലെയറിങ്ങും പരിപാടികളും കഴിഞ്ഞാൽ നമുക്കിത് അടച്ചു വെക്കാം. എന്നിട്ടാണ് ഞാനിവിടെ ഫ്ലെയിം ഓൺ ചെയ്യുന്നത്. ലോ ഫ്ലെയിമിൽ 10 to 15 മിനിറ്റ് ഒന്ന് ദം ചെയ്തെടുത്താൽ നമ്മളെ ബിരിയാണി റെഡിയാകും. 10-15 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ അപ്പം തന്നെ ബിരിയാണി പാത്രം തുറക്കരുത്. നമ്മൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. ഒരു 15 മിനിറ്റോളം പിന്നെ ഒന്ന് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് വേണം നമുക്ക് ഈ ഒരു പാത്രം ഓപ്പൺ ചെയ്യാൻ. ഈ ഒരു മൂടി തുറക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു സ്മെല്ലുണ്ടല്ലോ, നമ്മളെ മനസ്സും വയറൊക്കെ നിറക്കും. അത്രയും നല്ലൊരു സ്മെല്ലാണ്. ഇനി നമുക്കൊന്നുമില്ല, നമുക്കിതിലുള്ള റൈസും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റാം. ചിക്കൻ സെപ്പറേറ്റ് ചെയ്യാം. ചില ആൾക്കാർ നമ്മൾ ചിക്കനും റൈസും കൂടി ഒരുമിച്ചാക്കും. പക്ഷെ എനിക്കതിനേക്കാളും പേഴ്സണലി എനിക്കിഷ്ടം റൈസ് വേറെ മാറ്റി വെച്ചിട്ട് ചിക്കന് വേറെ സെപ്പറേറ്റ് ചേർക്കുന്നതാണ്. അങ്ങനെ ആകുമ്പോഴാണ് ഒന്നും കൂടി രസം എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഇനി ഇത് ഒരുമിച്ച് മിക്സ് ആക്കണം എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. വേറൊരു പാത്രത്തിൽ ഇത് ഒന്നായിട്ട് കൊട്ടി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാനിതിലുള്ള റൈസും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ചിക്കനൊക്കെ ഒന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഈ ഒരു പൊരിച്ച കോഴി ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ടൈം മാനേജ് ചെയ്യാൻ തലേന്ന് രാത്രി തന്നെ ചിക്കന് മസാല കൂട്ടി വെക്കുക. അതുപോലെ സവാള അരിഞ്ഞു വെക്കുക. പിന്നെ പിറ്റേന്ന് നേരെ സവാള പൊരിക്കുക. അത് കഴിഞ്ഞിട്ട് ചിക്കന് ഫ്രൈ ചെയ്യുക. പിന്നെ ഏകദേശം അത് കഴിയാനാവുമ്പോൾ തന്നെ ബിരിയാണി മസാല റെഡിയാക്കുക. ഒപ്പം തന്നെ മറ്റേ സ്റ്റൗവിൽ റൈസും കുക്ക് ചെയ്യുക. ലാസ്റ്റ് എല്ലാം ആ ചൂടിൽ തന്നെ ദമ്മും ചെയ്യുക. അപ്പൊ സിമ്പിളാണ് നമ്മുടെ റെസിപ്പി. അപ്പൊ നിങ്ങൾ ഇത് ഒരു വട്ടെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂടെ തന്നെ നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മാസലാം.